ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷൻ സമയത്തും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അത് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിക്ക് കൊടുക്കാനും കാണാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയെ അപ്രോച്ച് ചെയ്തിരുന്നു, മുഴുവൻ എം പിമാരെ അപ്രോച്ച് ചെയ്തിരുന്നു. അത് ആവശ്യമുള്ള അമെൻഡ്മെൻറ്റ് ആ മെമ്മോറാണ്ടത്തിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് വരെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കേരളത്തിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് പാർട്ടിയോട് പറഞ്ഞു. പക്ഷേ ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഡ്രാഫ്റ്റ് കൊടുക്കുകയും ഞങ്ങളോടൊപ്പം വന്ന് ഇത് കേരളം ഒന്നായിട്ട് കാണണം, നമുക്കറിയാമല്ലോ ഏതെങ്കിലും വിഷയം മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നായിട്ടാണ് കാണുന്നത്, അത് അതിന് തയ്യാറാകാതെ പോവുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നത്, പ്രത്യേകിച്ച് ഓപ്പോസിഷൻ പാർട്ടീസ് ഗവേൺ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സഹായിക്കൂ എന്ന ഒരു നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. വളരെ വളരെ വ്യക്തമാണ്. എവിടെയെങ്കിലും ചെറിയൊരു രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ ഞങ്ങൾ തരില്ല. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ സെൻട്രലി സ്പോൺസേഡ് പ്രോജക്റ്റുകളും സ്കീം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെയെല്ലാം ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റാണ് കേരളത്തിലേക്കും മറ്റ് ചില സദേൺ സ്റ്റേറ്റിലേക്കും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ എയിംസിൻ്റെ കാര്യം എടുത്തോളൂ. കഴിഞ്ഞ ആദ്യത്തെ NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഹർഷവർദ്ധൻ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പോയി അപ്രോച്ച് ചെയ്ത ലോക്സഭാ മെമ്പർ എന്ന നിലയ്ക്കും അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ പോയി അപ്രോച്ച് ചെയ്തു, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് തരണം, ഞാൻ അതിൻ്റെ മുഴുവൻ സ്ഥലവും 100 ഏക്കർ സ്ഥലവും ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുകയുണ്ടായി. ഇത് തരുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം അവർക്കൊരു രാഷ്ട്രീയ നേട്ടം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിനില്ല. റെയിൽവേയുടെ കാര്യം എടുത്താലും ഇത് തന്നെയാണ്. അപ്പോൾ എയിംസിൻ്റെ കാര്യത്തിലാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ നേട്ടമുണ്ടോ? ഇപ്പോൾ പലരും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബറിൻ്റെ കാര്യം പറയാറുണ്ട്. വാസ്തവത്തിൽ റബ്ബർ എന്ന് പറയുന്ന, ഇവിടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിൽ നിന്നുള്ള റബ്ബർ എന്ന് പറയുന്ന നമ്മളെ എക്കോണമിയെ ഏറ്റവും കൂടുതൽ ചലനാത്മകമാക്കുന്നത് റബ്ബറാണ്. അതിന് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ റബ്ബർ ആക്ട് 1947 തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ പോലും, അങ്ങനെ എക്കോണമിയെ വർക്ക് ചെയ്യുന്ന ആ വരുമാനം പോലും കർഷകർക്ക് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ശ്വാസം മുട്ടിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിക്കേ, പുറകോട്ടെടുത്ത് നോക്ക്, എവിടെയെങ്കിലും ഈ റബ്ബറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ സഹായം നൽകിയിട്ടുണ്ടോ? പക്ഷെ ചില മേഖലകളിൽ ഇപ്പോൾ മറ്റ് ജൂട്ട് എടുത്താലും അല്ലെങ്കിൽ കോട്ടൺ എടുത്താലും അവിടെയൊക്കെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ അഗ്രികൾച്ചർ പ്രോഡക്റ്റായിട്ട് അതിനെ മാറ്റിയെടുത്ത് അവിടെയുള്ളവർക്ക് സഹായം കൊടുത്തു. പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർക്ക് ലഭിക്കില്ല എന്ന് പൂർണ്ണമായ ഒരു ചിത്രമുള്ളത് കൊണ്ട് തന്നെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടാണ്. ഈ റബ്ബറിന്റെ താങ്ങുവിലയുടെ കാര്യം ചോദിക്കുമ്പോഴേ കാര്യമായി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് കേരള കോൺഗ്രസ് കാര്യമായി ഉയർത്തുന്ന ഒരു വിഷയമാണല്ലോ. പക്ഷെ 10 രൂപയുടെ താങ്ങുവില ഉയർത്തുന്ന നടപടി മാത്രമല്ലേ സംസ്ഥാന ബജറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ അതൊരു അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമായി സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടത് റബ്ബറിൻ്റെ കാര്യത്തിൽ ഒരു നയപരമായ ഒരു പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അത് ഇമ്പോർട്ടിലുള്ള കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം ഒന്ന് എടുത്തു നോക്കിക്കേ. റബ്ബറിൻ്റെ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 2022, 2021, 2022 കാലഘട്ടത്തിൽ, ഇഫ് ഐ നോട്ട് മിസ്റ്റേക്കിന്, ഏതാണ്ട് 1250 കോടി രൂപയാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം അത് കാണിച്ചിരിക്കുന്നത് 1500 കോടി രൂപയാണ് ആൻറ്റി ഡംപിങ് റബ്ബർ റിലേറ്റഡ് പ്രോഡക്ട്സ് സെൽഫ്. ദിസ് ടൈം ഇറ്റ് ഇസ് നിൽ. സോ വാട്ട് ദേ ആർ പ്ലാനിങ് ടു ഡു? അത് മുഴുവൻ ലിബറൽ ആക്കുക, മൊത്തം ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ നമ്മൾ കാണുന്നത് ജനങ്ങൾക്കുള്ള ഒരു കാര്യത്തേക്കാൾ കൂടുതൽ പരിഗണന ഇന്ന് കോർപ്പറേറ്റിന് പോകുന്നു എന്നുള്ളതാണ്.